ശരി. ആ എഹ്തിമാൽ എന്താണുള്ളത്? റമദാനിന് പ്രത്യേകിച്ച് കൂട്ടിയിടണോ സംശയം? ഇല്ല, കൂട്ടിയിട്ടില്ല. റമദാനും 11, ശഅബാനും 11, ശവ്വാലും 11, നേരത്തെ പോലെ 12 മാസത്തിലും 11 ഉണ്ട്. 12 മാസം നമസ്കാരമുണ്ട്. റമദാനിൽ ഉമർ ഖത്താബ് ജമാഅത്തായി നിസ്കരിച്ചു. ആ നിസ്കാരം 20 ആണ് എന്ന് നിങ്ങൾ തോന്നിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചു. പക്ഷെ ബുഖാരിയിൽ അതില്ല. 2010-ലുമില്ല. ഒരു നമ്പറിലും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ല. റിപ്പോർട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അതിനകത്ത് നോക്കിയോ അള്ളാഹു റിപ്പോർട്ട് ഉണ്ട്. കമ്മിറ്റി നിങ്ങളുമായി സംഭവിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടാവാം. അപ്പൊ ആദ്യം തീരുമാനിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരം എത്ര ഉണ്ടാവില്ല. അതെന്താണ് ഉണ്ടാവുക? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഈ 11-ന് പുറമെ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ മൂന്നാമത്തെ വട്ടം ചോദിക്കുന്നത്. ഉമർത്താവിനൊക്കെ ചർച്ച ചെയ്യാം, പറയാം, കിടക്കട്ടെ, അസ്കാരി ചർച്ച ചെയ്യാം, അവിടെ എല്ലാം പറയും, ഒരു കുഴപ്പമില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് എന്തായാലും ഇബാദത്ത് പൂർണ്ണമായി നിർവഹിക്കുന്ന ആളാണ് എന്നൊക്കെ സംശയമേ ഇല്ല. ആ റസൂല് വിത്ര 11 നിസ്കരിച്ചു, തഹജ്ജുദൊന്നും പറയാൻ നിങ്ങൾ നേരത്തെ വായിച്ച് അർത്ഥം വെച്ചു. ആ 11-ന് പുറമെ 20 റക്അത്ത് റമദാനിൽ പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എവിടെ? അതാണ് കാണേണ്ടത്. ഉമർ ഖത്താബിന് ശേഷമാണ് ഏതാണ് അസ്കാരികൾ വരുന്നത്. ഇപ്പൊ കേട്ട ആൾക്ക് തോന്നുന്നുണ്ടാവും അസ്കാരി സ്വഹാബിയാണ്. 852 മരിച്ച 882 മരിച്ച മഹാനാണ് ഇബ്നു ഹജർ തങ്ങളുടെ 9-ാം നൂറ്റാണ്ടിൽ. ചെയ്യാൻ പ്രശ്നമില്ല. ഏതായാലും മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ രീതി പണ്ഡിതന്മാർ വിശദീകരിച്ചു. കാന ഇദാ അമില അമലൻ വാദബ അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ ഒരു അമൽ ചെയ്താൽ വാദബ അലൈഹി, അത് പതിവായി ചെയ്യാറുണ്ട്, അത് സ്ഥിരമായി ചെയ്യാറുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങൾ ആ ചോദ്യം അതുകൊണ്ട് പറഞ്ഞ സംഗതി എല്ലാം തീരുന്നു. ഈ 11 തഹജ്ജുദ് വിത്തോളം നിങ്ങൾ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ആ 11-ന് പുറമെ അല്ലാഹുവിന്റെ റസൂല് 20 നിസ്കരിച്ചതല്ലേ? ഇനി റസൂൽ നിസ്കരിക്കാത്ത മുഹമ്മദ് നിസ്കരിക്കാൻ ചോദിക്കുന്നത് വൈബാട്ടില്ല. പക്ഷെ ഇത് വൈബാട്ടില്ല, വ്യക്തമായ കാര്യമാണ്. അപ്പൊ ആ ചോദ്യം നോക്കട്ടെ. ആദ്യം റസൂലാണ് നിസ്കാരം നോക്കി, എന്നിട്ട് ശ്രദ്ധിക്കണം കഴിയുണ്ടല്ലോ. ഇതിനെ നേരെ വളർത്താമല്ല, അതിനൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്, അത് മാറ്റി തീരുമാനിക്കാം. എന്നിട്ട് ഇയാള് ആദ്യം മുതലേ ഇവര് ഞാൻ നേരത്തെ റമദാനും അല്ലാത്തപ്പോഴുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ട് കടക്കാൻ കഴിയാതെ റമദാനും അല്ലാത്തപ്പോഴും ഉള്ള നിസ്കാരം മാത്രമാണ് ഇത് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഹദീസ് ഇവർക്ക് തറാവീഹിനെ തെളിവാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കളിയാക്കി കളിച്ചിരുന്നത്. മനസ്സിലാകുന്നല്ലോ. അപ്പൊ നേരത്തെ റമദാനിൽ മാത്രമുള്ള ഒരു നിസ്കാരം എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലുള്ള പ്രശ്നമാണ് ഈ ഹദീസ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഹദീസിലെ റമദാനിലും അല്ലാത്തപ്പോഴും അവര് റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കാരത്തിനെ കുറിച്ച് ചർച്ച നടക്കുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതും റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ്. ഇപ്പൊ ഇവർ തെളിയിക്കുന്നുണ്ടല്ലോ എന്ത്? ഈ ഹദീസ് തറാവീഹിനെ കുറിച്ചാണ് ഇന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് എത്ര റക്അത്ത് നിസ്കരിച്ചത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയൂല. അത് ഞാൻ പറയുന്നത് അയാൾ പറഞ്ഞ ആവിൽ പത്താ പഠിച്ചിട്ടാ പറഞ്ഞത്. ആവിൽ പത്താവിന്റെ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് അസ്സലാത്തു മിൻ ഗൈരി ദിക്രിൽ അദദി. എണ്ണം എത്രയെന്ന് പറയാതെയുള്ള നിസ്കാരമാണ്. പിന്നെ ഈ എണ്ണം നമുക്ക് എവിടുന്ന് കിട്ടി? ആ എണ്ണം നബിതങ്ങൾ നിസ്കരിച്ച നിസ്കാരം കണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉമർ തങ്ങള് അത് 20 റക്അത്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. വിഷയം ഞാൻ ഒച്ചുണ്ടാക്കുന്നത് ഓരോ അതുകൊണ്ട് ആ കാളം മറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിരുമകൾ ആത്തേണ്ടി വരുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിച്ചത് 20 ആണെന്നും അല്ലെങ്കിൽ 8 ഓ 11 എത്രയാണെന്നും തറാവീഹ് എണ്ണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്വഹീഹായി വന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞതല്ല. ആവിൽ ഫത്താവില് നിങ്ങൾ നേരത്തെ ആവിൽ ഫത്താവ് എടുത്തുകൊണ്ട് ഞാൻ വായിച്ചില്ല. അതിനെ വായിക്കാതെ വെച്ചതായിരുന്നു. നിങ്ങൾ എടുത്തപ്പോ ഞാൻ വായിച്ചതാണ്. എന്താ പറഞ്ഞത്? ബലി സാബിതു ഫി സ്വഹീഹി. സ്വഹീഹിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്താണ്? അസ്സലാത്തു മിൻ ഗൈരി ദിക്രിൽ അദദി. മിൻ ഗൈരി ദിക്രിൽ അദദി അതെന്താണ്? എണ്ണത്തിന് പറയാതെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് എത്രയാണെന്ന് എണ്ണം സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ എണ്ണം ഇന്ന് നമുക്ക് എവിടുന്ന് കിട്ടി? ആ എണ്ണം കിട്ടിയത് നബിതങ്ങൾ ഈ നിസ്കരിച്ചത് കണ്ടു പഠിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് 20 റക്അത്തായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെ നിന്നാണ് തറാവീഹിന്റെ റക്അത്ത് 20 ആണ് എന്ന് നമ്മൾ തന്നെ വിളിക്കുന്നത്. എന്നല്ലാതെ ഒരു ഹദീസ് കാണുമ്പോഴേക്ക് ഇതിൽ 8 ആണല്ലോ അല്ലെങ്കിൽ ഇതിൽ 11 ആണല്ലോ അപ്പൊ തറാവീഹ് 11, ഇതിൽ 11 ആണല്ലോ അത് ഇശാ 11, അങ്ങനെ ചാടല്ല വേണ്ടത്. ആ പറഞ്ഞ മറ്റൊരു ഹദീസ് സംഭവത്തിനെ കുറിച്ചാണ്. മറിച്ച് അത് ഈ തറാവീഹിനെ കുറിച്ചുള്ള ചർച്ച അല്ല മൗലവി. അത് പിന്നെ ഈ ആവിൽ ഫത്താവിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ ഫത്താവ് എടുത്ത മറ്റു വായിക്കും. അതിൽ
എന്തുണ്ടെന്ന് അറിയോ? അതിൽ ചോദ്യം തന്നെതാ, അതിൽ തുടങ്ങുന്നത് തന്നെ ആവിപത്തോ തുടങ്ങുന്നത് നോക്കിക്കോളി. فقد سئلت مرات هل صلى النبي صلى الله عليه وسلم التراويح നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിരുന്നോ? വഹിയ 20 റക്അത്തൻ അൽ മഅഹൂദത്തി അൽ ആൻ. ഇപ്പൊ അറിയപ്പെട്ടിട്ടുള്ളത് ഇമാം സുയൂത്തിന്റെ കാലത്ത് ആളുകളൊക്കെ നിസ്കരിക്കുന്നു അറിയപ്പെടുന്നത് 20 റക്അത്താണ്. അപ്പൊ ഇന്ന് 20 റക്അത്തായിട്ട് നമ്മൾ കാണുന്ന തറാവീഹ് ഉണ്ടല്ലോ, ആ തറാവീഹ് നബി തങ്ങൾ 20 ആയിട്ട് നിസ്കരിച്ച വല്ല ഹദീസ് ഉണ്ടോ? അതിന് സുയൂത്തിന്റെ മറുപടി ആണെന്ന് നബി തങ്ങൾ എത്ര നിസ്കരിച്ചത് ഹദീസിൽ പ്രത്യേകമായിട്ട് എണ്ണം പറഞ്ഞിട്ടില്ല. പിന്നെയോ ഹദീസിൽ നബി തങ്ങളുടെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞതോ എണ്ണത്തിനെ കുറിച്ച് പറയാതെയാണ്. എന്നാൽ പിന്നെ നമ്മളെ കാലത്തൊക്കെ 20 നിസ്കരിക്കുന്നുണ്ടല്ലോ, ആ എണ്ണ എവിടെ കിട്ടി? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സുയൂത്തി ഇമാമ് ഇതിന്റെ അവസാന ഭാഗത്തിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഈ പറഞ്ഞത് തറാവീഹിനെ കുറിച്ച് എത്ര റക്അത്ത് എന്ന് എണ്ണം പറഞ്ഞിട്ടില്ല. തറാവീഹിന്റെ റക്അത്ത് എത്രയാണ്? അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന 20 റക്അത്താണ്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബിൽ 20 റക്അത്ത് സ്ഥിരപ്പെട്ടത്. ഈ ഇമാം ബുഖാരി ഉദ്ധരിച്ച ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന ഹദീസും എല്ലാം പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മുടെ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം എത്രയാണ്? മദ്ഹബുന, നമ്മുടെ മദ്ഹബ്. ഈ ഹദീസൊക്കെ കണ്ട ആളാ പറഞ്ഞത് മദ്ഹബുന, നമ്മുടെ മദ്ഹബ് അന്ന തറാവീഹ 20 തറാവീഹ് 20 റക്അത്താകുന്നു. ഇതാണ് നമ്മുടെ മദ്ഹബ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഈ റസൂലുള്ളാഹി തങ്ങൾ 20 റക്അത്തല്ല 8 റക്അത്ത് അല്ലെങ്കിൽ 11 റക്അത്താണ് നിസ്കരിച്ചതെന്ന് സ്ഥിരപ്പെടുക. എന്നിട്ട് സുയൂത്തി ഇമാം തുർക്കി ഇമാം അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് 20 അങ്ങനെ പറയുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതല്ല. പിന്നെ ഇവര് പറഞ്ഞ ഹദീസ് അതിന്റെ അർത്ഥം ഇവര് മനസ്സിലാക്കിയത് പോലെ അതിന് മറ്റു പല വിഷയങ്ങളാണ്. ഈ ഹദീസുകൾ മുഴുവനും മനസ്സിലാക്കിയിട്ട് സുയൂത്തി പറഞ്ഞതാണ് മദ്ഹബുന. സുയൂത്തിമ മാത്രം പറഞ്ഞതല്ല, പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച് എടുത്തു പറഞ്ഞതും കൂടിയാണ്. മദ്ഹബുന, നമ്മളെ മദ്ഹബ് അന്ന തറാവീഹ 20 റക്അത്ത്, തറാവീഹുള്ളത് 20 റക്അത്താണ്. അത് എവിടുന്ന് കിട്ടി? സ്വഹാബികൾ കാണിച്ചു തന്നു. സ്വഹാബികൾക്ക് എവിടുന്ന് കിട്ടി? നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സ്വഹാബികളെ നോക്കാൻ നമുക്ക് നേരിട്ട് നോക്കിക്കൂടെ? അത് നമ്മൾ നേരിട്ട് നോക്കുമ്പോ സ്വഹീഹായ ഹദീസുകളിൽ റക്അത്തിന്റെ എണ്ണം കാണുന്നില്ല. അപ്പൊ റക്അത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടി വന്നു സ്വഹാബികൾ എത്ര ചെയ്തു എന്ന്. അപ്പൊ സ്വഹാബികൾ ചെയ്തത് 20 റക്അത്താണ് ഉമർ തങ്ങൾ കൽപ്പിച്ചത്. ആ 20 റക്അത്താണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ 20 റക്അത്ത് നിസ്കരിക്കുന്നത്. ഇനി ആ സുയൂത്തി ഇമാമിനെക്കാളും സുബുക്കി ഇമാമിനെക്കാളും ഒന്നും വലിയ ആളാവും നോക്കേണ്ട മൗലവിമാർ നിങ്ങൾ. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താ? അപ്പൊ പിന്നെ ഫത്ഹുൽ ബാരിയിൽ അങ്ങനല്ലേ? അത് ഫത്ഹുൽ ബാരി നേരത്തെ പറഞ്ഞു ഹദീസിനെ കുറിച്ചുള്ള ചർച്ചയാണ്. വിഷയം എന്ത് എന്നല്ല, ചിലപ്പോ ഹദീസിന്റെ വാഹ്യനുസരിച്ച് എന്ത് ചർച്ച കടന്നു വരും. അതൊക്കെ ഹദീസിനെ കുറിച്ച്, അതൊക്കെ പണ്ഡിതോദിന്റെ ചർച്ചയാണ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിരിയാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ പഠിത്തങ്ങൾ മാറിപ്പോയത്. അത് തിരിയുന്നതിനോട് പറയാനുള്ള വർത്തമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ഹദീസ് അത് തറാവീഹുമായിട്ട് ബന്ധമില്ല, അത് മറ്റൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തറാവീഹിന്റെ എണ്ണം എത്രയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നത് 20 റക്അത്താണ് എന്നുമാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഓരാണ് നട്ടം തിരിഞ്ഞത് തിരിഞ്ഞോട്ടം. അപ്പൊ ഏതായാലും ഇപ്പൊ പറഞ്ഞെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ 3 പ്രാവശ്യം ചോദിച്ചു 11 പുറമെ റസൂൽ നിസ്കരിച്ചിട്ടുണ്ടോ? ഇപ്പൊ അവസാനം പറയേണ്ടി വന്നു നബി എത്ര നിസ്കരിച്ചു സ്വഹിയായി. ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കത് കിട്ടിയിട്ട് ഞങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഇമാമികളൊക്കെയും ആ വിഷയത്തിൽ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്. കിട്ടൂല എന്ന് ഒഴിവാക്കില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ആളുകളാണ് അള്ളാഹു റസൂലിനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പഠിപ്പിക്കാതെ കുറച്ച് ബാക്കി നമ്മൾ തരാതെ പോയിട്ട് ആ വിശ്വാസം ശരിയായി. അപ്പൊ ഏതായാലും പിന്നെ പറഞ്ഞെന്താ സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വഹീഹിന് എണ്ണം സ്ഥിരപ്പെട്ടിട്ടില്ല. അവിടെ മുസ്ലിം നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഓഫീസ് സ്വഹീഹി എന്നത് സ്വഹീഹ് ഹദീസിൽ നിന്നാണോ സ്വഹീഹ് ബുഖാരിയിൽ നിന്നാണോ എന്ന് അറിയാലോ? സ്വഹീഹായ ഹദീസേ ഇല്ല എന്നാണോ സുയൂത്തി വന്നത്? അല്ലാഹു റസൂൽ നിസ്കരിച്ച എണ്ണം സ്വഹീഹായ ഹദീസേ ഇല്ല എന്നാണോ പറഞ്ഞത്? അത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അല്ലാഹു റസൂൽ നിസ്കാരം പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് ജമാഅത്ത്. പക്ഷെ ആ റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ് പിന്നെ കരണ്ടേരും. അപ്പൊ അല്ലാഹു റസൂൽ മൂന്ന് ജമാഅത്ത് കിട്ടി എന്ന് ബുഖാരി മുസ്ലിമിലുണ്ട്. ആ ബുഖാരി മുസ്ലിമിൽ ആ മൂന്ന് ജമാഅത്ത് ബുഖാരി മുസ്ലിമിൽ പറഞ്ഞിട്ടില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതേ സുയൂത്തി അതേ ഹാമിൽ ഫത്താവിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ തല വായിച്ചു വിട്ടേക്കാം. എന്ത് ചെയ്യാം? ഇത് മുടി മുറിച്ചമായി ഇത് മുറിച്ചേക്കാം. മുഴുവൻ കൊണ്ടേ ഇതേ സുയൂത്തി അതേ ഹാമിൽ
നിങ്ങൾ വായിച്ച അപ്പുറത്തും ഞങ്ങൾ തുടക്കത്തിൽ വായിക്കുന്നതല്ല നോക്കുന്നില്ല. നമ്മൾ നിങ്ങൾ വിചാരിച്ച ഞങ്ങൾ വായിക്കുന്നില്ല, അതങ്ങൾ വായിക്കുന്നില്ല. ഇമാം ബുഖാരി കൊടുക്കുന്നു ബുഖാരിയും അല്ലാതെയും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്ന ആയിഷ സുഇലത് അൻ ഖിയാമി റസൂലുള്ളാഹി ഫീ റമളാന. റമളാൻ നിസ്കാരത്തെ പറ്റി ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു. അവര് പറഞ്ഞു കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇദാ അശ്റക. വലലേക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഏതെത്തില അൽ മസാബിഹി ഫീ സ്വലാത്തി തറാവീഹ്. കഴിഞ്ഞില്ല. രണ്ടാമത് ഇമാം ബുഖാരി പറയുന്നു അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ച നിസ്കാരം അത് ബുഖാരി മുസ്ലിമിൽ വന്നു. പക്ഷേ എണ്ണം ബുഖാരി മുസ്ലിമിൽ പറഞ്ഞില്ല. ആ ജമാഅത്ത് മൂന്നത്തെ ജമാഅത്ത് എത്രയാണ് ബുഖാരി മുസ്ലിമിൽ പറഞ്ഞില്ല. എന്നാൽ അമ്മൽ അദദു എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ആ മൂന്ന് നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണം, ആ മൂന്ന് സംസ്കാരത്തിന്റെ എണ്ണം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്നു ഫീ സ്വഹീഹിഹി. അദ്ദേഹത്തിന്റെ സ്വഹീഹ് എന്ന കിതാബിൽ മിൻ ഹദീസ് ജാബിർ ഹദീസിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു അന്നഹു സല്ലല്ലാ ബിഹിം. നബി തങ്ങൾ സ്വഹാബത്തിനെയും കൂട്ടി നിസ്കരിച്ചു 8 റക്അഅത്തിൻ 8 റക്അത്തുകൾ. സുമ്മ ഔതറ, പിന്നെ വിത്റാക്കി. 8 റക്അഅത്തിൻ സുമ്മ ഔതറ. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെയും കൂട്ടി 3 ദിവസം നിസ്കരിച്ച നിസ്കാരം ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ഉദ്ധരിക്കുന്നു 8 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ഔതറ, പിന്നെ വിത്റാക്കി. 8 ഇരട്ടയാണ്, പിന്നെ 3 നിസ്കരിച്ച ഒറ്റയായി. അതാണ് പതിനൊന്ന്. അതാണ് തറാവീഹും വിത്റും 1 എന്ന് പറഞ്ഞത്. വിത്റും തഹജ്ജുദും 1 നിങ്ങൾ സംഭവിക്കും ചെയ്തു. അത് 3 ഒന്നായി. അപ്പൊ എണ്ണം വന്നിട്ടില്ല എന്നല്ല. ഇമാം ബുഖാരി കിതാബ്, ഇമാം സുഹൈബിന്റെ കിതാബ് തിരിഞ്ഞു നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇമാം സുഹൈബ് പറഞ്ഞതാണ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അല്ലാഹുവിന്റെ റസൂലും 3 ദിവസം നടത്തിയ ജമാഅത്തിലെ നിസ്കാരം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇബ്നു ഹിബ്ബാൻ സ്വഹീഹ് പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് എന്ന് കഴിഞ്ഞിട്ടില്ല. വീണ്ടും വായിച്ചാൽ അത് എത്താണ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിനെതിരാണ് ഇത്. എന്താ പറഞ്ഞത്? അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്. ആ ഷാഫി മദ്ഹബുകാരൻ അദ്ദേഹം പറഞ്ഞു 20 വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നു അത് ദുർബലമാണ്. അപ്പൊ 20 റിപ്പോർട്ട് പറഞ്ഞിടത്തൊക്കെ ഈ മരുന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ സുയൂത്തിന്റെ കിതാബ് ഞങ്ങൾക്ക് തീരാൻ ഞങ്ങളെ കുതിരുന്നത് നിങ്ങളെ നട്ടം തിരിച്ച് തീരൂല. അപ്പൊ അതുകൊണ്ട് ഇനിയും ഈ കളി നിർത്തിയിട്ട് എന്തിനാണ് ഈ സാധാരണ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ഒറ്റ ചോദ്യം ആകെ ചോദിച്ചിട്ടുണ്ട്. ഒറ്റ ചോദ്യം, അല്ലാഹുവിന്റെ റസൂല് 11 പുറമെ 20 സ്കെച്ചുണ്ടോ? അതുണ്ട്. ഞാനൊക്കെ പറഞ്ഞു എത്ര സ്കെച്ചൊന്നുമില്ല. എത്രയാണ് റസൂൽ സ്കെച്ചത്? ഇല്ലാന്ന് പറഞ്ഞു. അതുണ്ട്. ഇല്ലാന്ന് പറയാൻ ഏത് കിതാബാണ് ഒരു വായിച്ചത്? ഫോട്ടോസൊക്കെ വായിച്ചതായിക്കോട്ടെ. അതേ കിതാബ് ഏത് കിതാബിലാണോ 20 ഇല്ലാന്ന് വായിച്ചത് അതേ കിതാബിൽ നിന്നാണ് വന്നത്. 11 സ്കെച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ പറഞ്ഞ ഉമർ ഖത്താബ് സ്കെച്ചു. അതുകൊണ്ട് പറഞ്ഞു ഉമർ ഖത്താബ് സ്കെച്ച് ഉമർ ഖത്താബ് നടപ്പാക്കി. നമുക്ക് ഞങ്ങളെ മദ്ഹബിൽ ശരിയാണോ? ഷാഫി മദ്ഹബിലാണല്ലോ തർക്കമുള്ളത്. ഷാഫി മദ്ഹബിലാണല്ലോ. അതല്ലല്ലോ ചർച്ച. സുയൂത്തി ഷാഫി മദ്ഹബിലാണ്, സംശയമില്ല. എന്നിട്ടും ആ സുയൂത്തിനെ പറഞ്ഞു. അതാണ് അത്ഭുതം. അതാണ് നിങ്ങൾ പറഞ്ഞ ഷാഫി അല്ല, നിങ്ങൾ പറഞ്ഞ ഷാഫി അല്ല സുയൂത്തി, നിങ്ങൾ പറഞ്ഞ ഷാഫി മാഫിയാണ് എന്ന് പറയാതുകൊണ്ടാണ് ഈ സുയൂത്തി റഹിമഹുല്ലാ അവസാനം അതും പറഞ്ഞു. ഉമർ ഖത്താബ് സ്കെച്ച് നിസ്കാരം അതും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇമാം മാലിക് പറയുന്നു അല്ലദീ ജമാഅഹു സഹബു ഇലയ്യ. ഉമർ ഖത്താബ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജമാഅത്താക്കിയ നിസ്കാരം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമർ ഖത്താബ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജമാഅത്താക്കിയ നിസ്കാരം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് 11 റക്അത്താണ്. അത് തന്നെയാണ് റസൂലുള്ളാഹിയുടെ നിസ്കാരം. അത് തന്നെയാണ് റസൂലുള്ളാഹിയുടെ നിസ്കാരം എന്ന് ഇമാം മാലിക് പറഞ്ഞുവെന്ന് സുയൂത്തി എടുത്തുകൂട്ടുകയും ചെയ്തു. അപ്പൊ ഉമർ ഖത്താബ് നിസ്കരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുടുങ്ങാൻ പോകേണ്ടതാണ്. ഉമർ ഖത്താബ് നിസ്കരിച്ചു, ഉമർ ഖത്താബ് കാറ്റ് നിസ്കരിച്ചു, പല ചർച്ചകളുണ്ട്. നിങ്ങൾ വായിച്ച കിതാബിൽ അതേ സുയൂത്തി അതേ അധ്യായത്തിൽ തന്നെ പറയുന്നു ഉമർ ഖത്താബ് ജമാഅത്ത് നടത്തിയത് 11 അതാണ് എനിക്ക് ഇഷ്ടം. ഒരു വാക്കിന് ശേഷം പറഞ്ഞു എനിക്കറിയില്ല പിന്നെ അധികം നടക്കുന്നത് എവിടുന്നൊന്നും എനിക്കറിയില്ല എന്നും കൂടി തൊട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ ക്ലിയറായി. റസൂലുള്ളാഹിയുടെ നിസ്കാരം എത്ര നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ തെളിയിച്ചു തന്നതാണ്. അത് ഐശ്വര്യ റിപ്പോർട്ടും അല്ലാത്ത റിപ്പോർട്ടും എല്ലാം പറഞ്ഞു. ജാബിർ റിപ്പോർട്ട് പറഞ്ഞു. നബി 20 സ്കെച്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്വഹീഹ് അല്ല ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു. പിന്നെ ഉമർ ഖത്താബ് നിസ്കാരമാണ്. ഇതിന് പല റിപ്പോർട്ട് ഇല്ലാന്നല്ല, പക്ഷെ ഉമർ ഖത്താബ് സ്കെച്ച് വന്നതാണ് ഏറ്റവും സ്വീകാര്യമെന്ന് സുയൂത്തി റഹിമഹുല്ലാ അതേ കിതാബിൽ പറഞ്ഞു.
ഞാൻ എനിക്ക് സുദീർഘമാനുണ്ട് അതെടുക്കണോ ഞാൻ അതുകൂടി എടുത്തോളി എല്ലാം ഇപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം ഞങ്ങൾക്ക് കിട്ടി നിങ്ങൾക്കല്ലേ കിട്ടാത്തത് ഓരോ സുയോഗ്യമാണൊന്നും കിട്ടാത്ത നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നമ്മളെ പ്രശ്നം സുയോഗ്യമാണ് കിട്ടിയിട്ടില്ല അതുപോലെ അവരൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു കിട്ടിയ ആളാവണ്ട അതെന്താ സംഗതി അറിയോ നിങ്ങൾക്ക് കിട്ടിയ സുയോഗ്യം കിട്ടിയില്ല നിങ്ങൾക്ക് തിരിഞ്ഞ പോലെ സുയോഗ്യം കിട്ടുന്നത് അത് വേറെ വിഷയമാണ് സുയോഗ്യം മനസ്സിലാക്കി ഇവര് പറഞ്ഞ സമയത്ത് അവർക്ക് കിട്ടിയാണ് പക്ഷെ ഇവര് മനസ്സിലാക്കിയവരെല്ലാം മനസ്സിലാക്കി അതിന്റെ യാഥാർത്ഥ്യം അവർക്ക് തിരിഞ്ഞു അത് ഇതിനെ കുറിച്ചല്ല ആ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ചല്ല ഇത് എത്ര നല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവർ പറഞ്ഞ നമുക്ക് കിട്ടിയത് തന്നെയാണ് നിങ്ങളെ മനസ്സിലാക്കി അതിനെ കുറിച്ചല്ല നോക്ക് നിങ്ങള് ഇയാളിപ്പോ പറഞ്ഞത് മാലിക്കിമാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 11 ആണെന്നുള്ളത് ഈ മാലിക്കിമാവിൽ എത്ര ആവിഷ്കാരം മാലിക്കിമാവിന് 11 ഏറ്റവും ഇഷ്ടം എന്നിട്ട് മാലിക്കിമാ 11 നിസ്കരിച്ചിരുന്നു അപ്പൊ ഇനി എന്താ അർത്ഥം തറാവിയായിട്ട് നിസ്കരിച്ചത് വരുന്നാണോ മാലിക്കിമാം തറാവി നിസ്കരിച്ചത് വരുന്നതല്ല മാലിക്കിമാം തറാവിയായിട്ട് നിസ്കരിച്ചത് 20 മാത്രമേ ഉള്ളൂ തറാവിയായിട്ട് നിസ്കരിച്ചത് 20 ഉള്ളൂ അത് തെളിയിക്കാൻ കഴിയില്ല അയാൾ ഇന്ന് പറയാം മാലിക്കിമാം തറാവിയായിട്ട് നിസ്കരിച്ചത് 36 അത് തെളിയിക്കാൻ കഴിയില്ല ഞാൻ വെല്ലുവിളിക്കുന്നു മാലിക്കിമാമ് 36 റക്അത്ത് തറാവിയായിട്ട് നിസ്കരിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല അതിന് കഴിയുമെങ്കിൽ അടുത്ത ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം 36 റക്അത്തായിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 20 റക്അത്തല്ല 11 റക്അത്താണ് എന്നുള്ളത് ഇവർ പറയാനുള്ള തെളിവായിട്ട് ആയിഷാബിന്റെ ഹദീസാണുള്ളത് ആ ആയിഷാബിന്റെ ഹദീസ് ഇതിനെ കുറിച്ചുള്ളതല്ല എന്നാണ് അതിന്റെ മറുപടി നിങ്ങൾ തെറ്റിദ്ധാരണ നീക്കണം നിങ്ങൾ ഞങ്ങൾ കിട്ടി വെച്ച് സംഗതിയായി മനസ്സിലാക്കി പറഞ്ഞിരിക്കേണ്ട അത് അതിനെ കുറിച്ചുള്ള ഹദീസല്ല മൗലവി വലിയ മൗലവിയായിട്ട് നടക്കണ്ട ഏതായാലും കുറെ പിന്നെ കാലായാലും പുസ്തകം എഴുതാൻ ലേഖനങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് പാരമ്പര്യങ്ങളും നോക്കട്ടെ പക്ഷെ എന്നാൽ മാറി ചിന്തിക്കുന്നത് നല്ലതാണ് നന്നാവണമെന്ന് വെച്ച് ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര നിസ്കരിച്ചു എന്നാണ് അത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രവർത്തനം നേരിൽ കണ്ടു പഠിച്ച ആള് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ചത് അത് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിലുണ്ട് അത് 20 റക്അത്താണ് തറാവി ആയിട്ടുള്ളത് നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടുണ്ട് അത് 20 റക്അത്താണുള്ളത് ഇബ്നു തൈമിയ്യയുടെ കിതാബില് ഇബ്നു തൈമിയ്യയുടെ വാചകം തള്ളുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാചകം തള്ളുക എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ തള്ളുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഹദീസ് തള്ളുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ നേരത്തെ എഴുതി വെച്ച ആളാണ് ഇബ്നു തൈമിയ്യ ആ ഇബ്നു തൈമിയ്യയുടെ കിതാബില് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്താ ഇത് യഥാർത്ഥത്തിൽ 20 റക്അത്തുണ്ട് തറാവീഹ് ഇബ്നു തൈമിയ്യ പറഞ്ഞിരിക്കുന്നു ഈ ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ അവർ തള്ളുന്നത് ഇബ്നു തൈമിയ്യ അയാളെ വാക്ക് തള്ളുക ഖുർആൻ തള്ളുന്നതിന് പിന്നെ തുല്യമാകുന്നു എന്ന് പഴയ കാലത്തെ മൗലവിമാരിത് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദീനൊന്നും നടക്കുന്നതല്ല അത് മുജാഹിദിന്റെ യഥാർത്ഥ ആശയം നിങ്ങളെടുത്തില്ല നിങ്ങൾക്ക് തോന്നിയ മുജാഹിദീസ് എന്ന് പറഞ്ഞ് നടക്കുക അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്താണ് തറാവിയായിട്ട് നിസ്കരിച്ചിരുന്നത് എന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് നബി തങ്ങൾ എത്രയാണ് തറാവീഹിന്റെ എണ്ണമായിട്ട് നൃത്തങ്ങൾ നിസ്കരിച്ചത് എത്രയാണെന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് വിവരമുള്ള സുയൂത്തിമാമനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു ഒരു വിവരവും ഇല്ലാത്ത താടിക്ക് നീളം മാത്രമല്ല നിങ്ങളെപ്പോലത്തെ ആളുകൾ പറയുന്നു നബി തങ്ങൾ നിസ്കരിച്ചതിനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളേതായാലും പിന്തുടരാൻ നിൽക്കുന്നില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെയുള്ള പണ്ഡിതന്മാരെ പിന്തുടരാനാണ് പിന്നെ ഇയാൾ പറയുന്ന തെളിവുകൾ ബുഖാരിമാമാരുടെ കൊണ്ടുവന്നില്ല ഹദീസ് തറാവീഹിന്റെ അധ്യായത്തിൽ ബുഖാരിമാൻ തറാവീഹ് നിസ്കരിച്ചത് അവർക്കൊന്നും നീതിയില്ല ഇത് തറാവീഹിന്റെ റക്അത്താണ് അതുകൊണ്ട് തറാവീഹ് 11 നിസ്കരിക്കണം അവരൊക്കെ എത്ര നിസ്കരിച്ചിരുന്നത് അവരൊക്കെ നിസ്കരിച്ചത് 11 മാലിക്കിമാവിനെ കുറിച്ച് പറഞ്ഞില്ല മാലിക്കിമാ 11 നിസ്കരിച്ചത് ഈ ഇബ്നു ഹജർ അസ്ഖലാനി 11 നിസ്കരിച്ചത് സുയൂത്തിമ 11 ഇവരൊന്നും 11 നിസ്കരിക്കുന്നില്ല ഇനി അവർക്കൊന്നും ഇത് തീർന്നിട്ടില്ല അവരൊക്കെ ഉദ്ദേശിച്ച ഇതാണ് താൻ എന്തിനാ ഇതിനൊക്കെ നിൽക്കണേ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പറയുമ്പോൾ കേട്ട് അവർ പറഞ്ഞനുസരിച്ച് ജീവിക്കുക അത് നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് അത് പഠിപ്പിച്ചത് അതെത്രയാണ് 20 റക്അത്താണ് തറാവീഹ് ആയിട്ടുള്ളത് പിന്നെ സുയൂത്തിമാം പറഞ്ഞിട്ടുണ്ട് നമ്മളെ മദ്ഹബിലുള്ളത് ഷാഫി മദ്ഹബിലുള്ളത് ഷാഫി ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് 20 റക്അത്താണെന്നും ഷാഫി ഇമാം അതനുസരിച്ച് അമൽ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഷാഫി മദ്ഹബാണ് 20 റക്അത്തുമാണ് അതുകൊണ്ട് 20 റക്അത്തായിട്ട് ഉള്ള നിസ്കാരം അതാണ് യഥാർത്ഥത്തിൽ തറാവീഹ് ോട് ബാക്കി നിൽക്കുന്നുണ്ട് മാലിക്കി മദ്ഹബില് 20 റക്അത്താണ് തറാവീഹ് എന്ന് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് സ്ഥിരപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ 36 മാലിക്കി മദ്ഹബ് 36 എന്ന് നിങ്ങൾ പറഞ്ഞു 36 ആണ് മാലിക്കി മദ്ഹബിലെ തറാവീഹിന്റെ എണ്ണം നിങ്ങൾ സ്ഥിരപ്പെടുത്തണം അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വിനോദിൽ പോയി വിവരിക്കുന്ന ഒരു ആവശ്യമില്ല ബോധപൂർവം പറഞ്ഞാണ് മാലിക്കി മദ്ഹബിൽ 36 കാണിച്ചത് അത് തീരുമാനമാകട്ടെ സാറിന്റെ കിതാബുകളുണ്ട് കാണിച്ചത് അപ്പൊ ഏതായാലും ഇപ്പൊ എന്താ പറഞ്ഞത് സുയൂത്ത് റഹ്മ കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ കിട്ടിയത് ഞാൻ കിട്ടിയത് സുയൂത്തിന്റെ കിതാബിനാണ് സുയൂത്തിന്റെ കിതാബിനാ വായിച്ചത് സുയൂത്തിന്റെ കിതാബിനാ വായിച്ചത് ഇത് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ് ജാബിർ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ثم اوتر ജാബിർ ഹദീസിൽ നിന്ന് ഇമാം സുയൂത്തി പറയുന്ന ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട് അന്നഹു സല്ലല്ലാഹു ബിഹിം അവരെയും കൂട്ടി നിസ്കരിച്ചു സമാന റക്അത്തിൻ 8 റക്അത്ത് ثم اوتر
ഈ കിതാബ് വിദ്യാലയം പറ്റോ? പിന്നെ ഇബ്നു തൈമിയ്യ പറഞ്ഞത് എന്തിനാ കുറ്റം വെറുതെ ആ പേരോട് വെച്ചൊരു ഗുണനക്കണേ. ഇബ്നു തൈമിയ്യ വന്ന് മജ്മൂ ഫത്താവ വായിക്കുന്ന അതിലടങ്ങ് മുഴുവനായും ആ തറാവീഹ് വിഷയത്തിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞ ആ ഭാഗം പൂർണ്ണമായും വായിക്കാൻ കഴിയുണ്ടോ? തറാവീഹ് 20 പറഞ്ഞത് അതല്ല മറ്റൊരു രൂപമാണോ പറഞ്ഞത് എന്ന് വായിക്കാൻ കഴിയുണ്ടോ? അപ്പൊ എന്തിനാണ് കഴിയാത്ത പോലെ നിങ്ങൾ തോന്നി ഒരു സംഗതി കിട്ടിയപ്പോ ഞങ്ങൾക്ക് സംഗതി എല്ലാം 4 പദവിലും പട്ടു കൊടുക്കാൻ തോന്നിയാണ്. ആ നേരത്തെ പോലെ ഇതുമുണ്ട് തോന്നി കഴിഞ്ഞാൽ സംഗതി അത് രോഗാണ്, നേന്മയില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്, ഞങ്ങളാണ്, ഞങ്ങളാണ് പണ്ഡിതന്മാരില്ല, ഞങ്ങളാണ് ആരുമേകളെ ഞങ്ങൾക്ക് ഒരു പേരുമില്ല, നമ്മൾ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് ആ കിബിളില്ല, ഞങ്ങൾ കുറെ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് തോന്നി എനിക്ക് അധികാരിയുണ്ട്, അത് എന്റെ കുഴപ്പമില്ല. അത് ഏതായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ കിട്ടുന്നത്. സുയൂത്തി റഹ്മഹുല്ലാ സ്വഹീഹിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് സ്വഹീഹ് ബുഖാരിയോ സ്വഹീഹ് മുസ്ലിമോ 3 ദിവസത്തെ ജമാഅത്ത് നിസ്കാരത്തിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല എന്ന പറഞ്ഞാണ്. അതേ സുയൂത്തി അതേ കിതാബിൽ അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞു ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ടിൽ 11 ജമാഅത്ത്. അപ്പൊ ഉണ്ട് നോക്കാതെ കിട്ടിയത് അത് ഞാൻ കിട്ടിയതല്ല, ഇമാം സുയൂത്തി കിട്ടിയത് ഏൽപ്പിച്ചതാണ്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചതാണ്. അപ്പൊ അവിടെ ഞങ്ങളെ വക ഒരു വാക്കും പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ റസൂലുള്ളാഹി നിസ്കാരം എന്തായിരുന്നാലും 11 തന്നെ എന്ന് തീർച്ചയാണ്. ഇനി മറ്റൊന്ന് ഞങ്ങൾ മറ്റു ചോദിച്ചു വേചാറ് വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ചയിൽ വന്ന വിഷയം നിലനിൽക്കും, ഇതേ ഉമ്മർക്കാട് പറഞ്ഞ കാര്യം നിലനിൽക്കും. ഞാൻ രണ്ടാമത്തെ ചോദിക്കട്ടെ, നിങ്ങളിവിടെ പറഞ്ഞു ഉമ്മർക്ക് 11 പള്ളിക്ക് പോയപ്പോ ആ നിസ്കാരം ശരിയാവൂല, അത് വിദേഹത്താണ്, 20 സ്വഹീഹ്, 23, 23 എന്നൊക്കെ പറഞ്ഞു. ശരി, തറാവീഹ് നിസ്കാരം 11 ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഏത് പണ്ഡിതനാണ് ആധികാരികമായി ഓർക്കുന്നത്? തറാവീഹ് നിസ്കാരം 11 നിസ്കരിക്കൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ, പ്രാമാണികനായ പണ്ഡിതനെ കാണിക്കാൻ കഴിയും. പറഞ്ഞിട്ട് ഇമാം ബുഖാരി നിസ്കരിച്ചു, അതേപോലെ ഇമാം ഷാഫി നിസ്കരിച്ചു, ഇമാം ബുഖാരി നിസ്കരിച്ചത് എവിടെയുള്ളത്? ഇമാം ബുഖാരി നിസ്കരിച്ചത് എവിടെ നിൽക്കാൻ നിങ്ങൾക്ക്? ഇമാം ബുഖാരിന്റെ പേരിലുള്ള ഷാഫി അതല്ല തെളിവ്, അതല്ല തെളിവ്. അതേ മാത്രം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഷാഫി നടത്തല്ല, ഇമാം ബുഖാരിന്റെ പേരിലുള്ള ഷാഫി വന്നത്. അത് രണ്ടും രണ്ടാണ്. ഇമാം ബുഖാരി നിസ്കരിച്ച് തെളിയിക്കാൻ കഴിയോ? ഇമാം അസ്താനി നിസ്കരിച്ച് തെളിയിക്കാൻ കഴിയോ? സുയൂത്തി നിസ്കരിച്ച് തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. ഷാഫി മദ്ഹബിൽ 20 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, തർക്കമില്ല നമുക്ക്. ഷാഫി മദ്ഹബിൽ 20. അതിന് ബൈഹഖിയിൽ വെച്ച റിപ്പോർട്ടാണ് അവലംബം എന്നാ സുയൂത്തി പറഞ്ഞത്. അതേ സുയൂത്തിയാണ് പറഞ്ഞത് നമ്മുടെ ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട് എന്ന് അന്നൽ ജമാഅനി ഉമറുന സഹബിലിയ വഹിയ 11 റക്അ വഹിയ സ്വലാത്തു റസൂലില്ലാ. ഉമർ ഖത്താബ് ജമാഅത്താക്കിയ നിസ്കാരം അത് 11 അതാണ് എനിക്കിഷ്ടം. അതേ മാലിക് 36 വന്നു, ഫത്വൽ ബാരി 6 പാഠത്തിലുണ്ട്. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് ഞാൻ മക്കയിൽ 20 കണ്ടു, മദീനയിൽ 36 കണ്ടു. മക്കയിൽ 20 കണ്ടു, മദീനയിൽ 36 കണ്ടു. ഇമാം മാലിക് പറഞ്ഞു വഹാദ അൽ അംറുൽ ഖദീം ഇൻദനാ എന്ന് ഇമാം മാലിക് പറഞ്ഞു. 36 കുറിച്ച് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ നമുക്ക് തെളിയിക്കാം, അങ്ങോട്ട് പോയി വിഷയം മാറ്റണ്ട. അപ്പൊ ഞങ്ങൾ ആ ചോദ്യം ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞിട്ടില്ലേ? റസൂല് പറഞ്ഞു യൂസ് ചെയ്തിട്ടുണ്ടോ? അതുണ്ടാവില്ല എന്ന് പറഞ്ഞു. സ്വഹീഹ് കിട്ടിയിട്ടില്ലാന്നും പറഞ്ഞു. എന്നാൽ ഇമാം സുയൂത്തി കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ് റസൂല് 3 ദിവസം ജമാഅത്താക്കിയത് 11 എന്ന് ഇബ്നു ഹിബ്ബാൻ തിരിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ചോദിക്കാവുന്നത് ഹാമിലി ഫതാവയിൽ ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച ആ സംഭവം ഉണ്ടോ ഇല്ലേ? ജാബിറാണ് പറഞ്ഞ ഞങ്ങളെയും കൂട്ടി അവരെയും കൂട്ടി അല്ലാഹു റസൂൽ 3 ദിവസം നിസ്കാരം 8 പിന്നെ വിതറുമാക്കി എന്ന റിപ്പോർട്ട് സുയൂത്തി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? അത് താഴെ നീളം ചാച്ചിട്ട് അത് ഞാനാവുന്നല്ലോ. താഴെ നീളണ്ടെങ്കിൽ കൂലിട്ടാൽ മതി കാണിക്കണം, അപ്പോൾ താഴെ നീളം. മറ്റവസ്ഥ കാണിച്ചാല് അത് കൂലി കിട്ടാൻ പറ്റും. റസൂലാണ് സുന്നത്തായി വെക്കണം. അല്ലാഹു റസൂൽ സുന്നത്ത് എന്താണ്? താടിയെ വെറുതെ വിടൂല, താടി സമൃദ്ധമാക്കുകയില്ല. അള്ളാഹു റസൂല് നിങ്ങളെ വെച്ച താടിയിലെ വെച്ചിട്ടുള്ളത്. ഇനി മഴ നോക്കിയപ്പോൾ അപ്പൊ താടിനെ പരിഹസിക്കേണ്ട ആ പ്രയാസം റസൂലിലേക്ക് കുറച്ച് മതി സുന്നത്തിൽക്കണമെങ്കിൽ. അപ്പൊ ഏതായിരുന്നാലും ആ വക അങ്ങനത്തെ പദപ്രയോഗങ്ങൾ അല്ല വേണം. ഏതായിരുന്നാലും ഈ 2 കാര്യം, ഒന്ന് തറാവീഹ് 11 ബിദ്അത്താണ് എന്ന് ലോകത്ത് ആരാണ് പറഞ്ഞത്? ഏത് പണ്ഡിതനാണ്, ഏത് കിതാബിലാണ് തറാവീഹ് 11 ബിദ്അത്ത് എന്ന് പറഞ്ഞത്? 2 അല്ലാഹു റസൂൽ സ്വഹാബത്തിനെയും കൂട്ടി 3 ദിവസം നടത്തിയ ജമാഅത്ത് 8 സ്കരിച്ചു പിന്നെ വിത്രുമാക്കി എന്ന് സുയൂത്തി റഹ്മത്തുള്ളാഹി ഇബ്നു ഹിബ്ബാൻ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഹാബിൽ ഫതാവയിൽ പറയുന്നു. അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇബ്നു ഹുസൈൻ പിന്നെ ഇബ്നു തൈമിയ്യ വാക്കിന്റെ മണി കിട്ടും. പിന്നെ
36 റക്അത്താണ് മാലിക്കി മദ്ഹബില് തെളിവുണ്ട്, കുത്തുബൈലുണ്ട്. മാലിക്കി മദ്ഹബ് 36 റക്അത്താണ് തറാവീഹ്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞങ്ങൾക്ക് വേണ്ടി പുറത്തല്ല. അതായത് മക്കയിലുള്ള ആളുകൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ 4 റക്അത്ത് കഴിയുന്ന സമയത്തും തവാഫ് കഅബയിലേക്ക് തവാഫ് ചെയ്ത പതിവുണ്ടായിരുന്നു. ഒരു 4 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ തവാഫ് ചെയ്യും. നമ്മളെ സ്വലാത്തിലുണ്ടല്ലോ നമ്മൾ. അതുപോലെ ഈ പഴയ കാലത്ത് 4 റക്അത്ത് കഴിഞ്ഞാൽ തവാഫ് ചെയ്യും. ഇങ്ങനെ ഓരോ 4 റക്അത്തുകൾക്കിടയിലും തവാഫ് ചെയ്യുന്ന പതിവുണ്ട്. അങ്ങനെ പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി നോക്കുമ്പോൾ മദീനയിൽ അവിടെ ഇതുപോലെ തവാഫ് ചെയ്യാൻ അവർക്ക് അവിടെ കഅബയില്ല. പക്ഷേ മക്കയിലുള്ള ആളുകൾ തവാഫ് ചെയ്തിട്ട് കുറെ കൂലി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് കൂലി നമുക്കും വേണം. അതിന് എന്ത് മാർഗം നമ്മൾ മനസ്സിലാക്കി? ഓരോ 4 റക്അത്തുകൾക്കിടയിലും തറാവീഹ് അല്ലാത്ത വേറെ 4 റക്അത്തുകൾ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അതും കൂടി കൂട്ടിയിട്ടാണ് 36 റക്അത്ത് വന്നിട്ടുള്ളത്. അത് കിതാബിലൊക്കെ ഉണ്ട്. അതാണ് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ലല്ലോ തറാവീഹ് 36 ഉണ്ടല്ലോ. ഇതാണ് ഇവരെ തെളിവിന്റെ കോലം. നോക്കിയാണ്, ഇങ്ങനെയാണ് ഇവരെ തെളിവിന്റെ കോലം. എന്തോ ഒന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോവുക. അതല്ല, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അത് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് മാലിക്കി മദ്ഹബ് 36 പറഞ്ഞെന്താ ഈ നിസ്കാരത്തിനെ കുറിച്ചാണ്. തറാവീഹ് മാത്രം മാലിക്കി മദ്ഹബ് 36 അല്ല. പിന്നെ ഇയാൾ ചോദിച്ച് ഈ സുയൂത്തി ഇമാമ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതിന് തെളിവുണ്ടോ? സുയൂത്തി ഇമാമിന്റെ വാക്കാണ് നമുക്ക് തെളിവ്. എന്ത് നമ്മളെ മദ്ഹബ് 20 ആണെന്ന് സുയൂത്തി ഇമാം പറയാം. എന്നാൽ ആ സുയൂത്തി ഇമാമിന് നമ്മളെ മദ്ഹബ് എന്ത് ചെയ്യാൻ നിൽക്കണം? സുയൂത്തി ഇമാം നേരെ പറയാം നമ്മളെ മദ്ഹബുള്ളത് 20 റക്അത്താണ്. ഞാൻ ചോദിക്കാം സുയൂത്തി ഇമാമ് 20 റക്അത്ത് നിസ്കരിച്ചതിന് തെളിവുണ്ടോ? സുയൂത്തി ഇമാം നിങ്ങളെ വായിൽ ഒന്ന് പറയാം. വേറെ ചെയ്യാൻ ആൾക്കാരാ കിതാബിൽ 20 എഴുതി വെക്കുക. മനസ്സ് പഠിക്കാനുള്ള വിദ്യാർത്ഥിക്ക് 20 എഴുതി കൊടുക്കാം. എന്നിട്ട് ഇവിടെ വരുമ്പോ 20 അല്ലാതെ പറയും ചെയ്യാം. ഇതാണ് സുയൂത്തി ഇമാം. അങ്ങനെയല്ല സുയൂത്തി ഇമാം ചെയ്യുന്നത്. സുയൂത്തി ഇമാം പറഞ്ഞനുസരിച്ച് ചെയ്യുക. അങ്ങനെയാണ് മദ്രസയിലെ കുട്ടിക്ക് 20 പഠിപ്പിക്കുക. അത് റമദാനിൽ മാത്രം ഉള്ളതും പഠിപ്പിക്കുക. ചർച്ചയ്ക്ക് വരുമ്പോൾ അങ്ങനൊന്നല്ല. എല്ലാ 12 മാസത്തിലുണ്ട്. പിന്നെ അതാണെങ്കിൽ 11 റക്അത്തുള്ളൂ. ഇങ്ങനെയല്ല സുയൂത്തി ഇമാം ചെയ്തത്. സുയൂത്തി ഇമാം ചെയ്തത് അത് റസൂലുള്ളാഹി നിസ്കരിച്ചതിന്റെ എണ്ണം എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ 20 റക്അത്ത് നിസ്കരിക്കാനുള്ള തെളിവ് ഇവിടെ അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നു. കാനൂ യഖൂമുന അലാ ഹജ്ജി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമദാൻ ബി 20 റക്അത്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്താണ് ആ സ്വഹാബികൾ മുഴുവൻ നിസ്കരിച്ചിരുന്നത്. കാനൂ യഖൂമുന എന്ന സ്വഹാബികളെ കുറിച്ചാണ്. ആ സ്വഹാബികൾ മുഴുവനും ചെയ്തിരുന്നത് 20 റക്അത്ത്. ഇവർ ബുഖാരി നോക്കിയപ്പോ അല്ലല്ല സ്വഹാബികൾ ചെയ്തൊന്നും ശരിയല്ല. പിന്നെ ആ തറാവീഹ് 11 ഉള്ളല്ലോ. അപ്പൊ ഒമ്പതാളുകൾ ചെയ്ത് തെളിവല്ല. അവർക്കൊന്നും ഖുർആൻ തിന്നിട്ടില്ല. അവർക്കൊന്നും ഹദീസ് കിട്ടിയിട്ടില്ല. ഒരാൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിരിക്കണെന്ന്. ഇമാം സുയൂത്ത് നേരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പുറത്ത് സ്ഥിരപ്പെട്ടിരുന്ന് പറഞ്ഞിരിക്കുന്നവർ പറഞ്ഞു സുയൂത്തിന് കള പറഞ്ഞാളോ അല്ല. പിന്നെയോ ആ ഹദീസിന്റെ പരമ്പരയും അതിന്റെ സിഹത്തും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് പിന്നെ സുയൂത്ത് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണെന്ന്. മക്കളെ നിങ്ങൾക്ക് കിട്ടിയത് അതല്ല. നിങ്ങൾ കിട്ടിയത് തറാവീഹിനെ കുറിച്ചുള്ള ഹദീസല്ല. നിങ്ങൾ തറാവീഹ് 20 റക്അത്താണ് എന്നതിന്റെ ഹദീസ് വേറെ കൊണ്ടുവരണം. തറാവീഹിനെ കുറിച്ചുള്ള ഹദീസല്ല നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബുഖാരിയുടെ ഭാഗത്തുള്ള ഒരു ഹദീസ് നിങ്ങൾ കണ്ടപ്പോൾ തറാവീഹ് മനസ്സിലാക്കിയിട്ട് അത് കൊണ്ടുവന്നാണ് നിങ്ങൾ. ആ ബുഖാരിയുടെ അതേ ഭാഗത്ത് തൊട്ടടുത്ത ഹദീസായി കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾ ഒറ്റ ഇമാമിന്റെ കീഴിൽ നിർത്തിയെന്നാണ്. ഉമർ തങ്ങൾ ജനങ്ങളെ കാലത്ത് നിർത്തിയത് എത്രയായിരുന്നു? അത് 20 റക്അത്താണ് എന്നാണ്. 20 റക്അത്താണ് എന്നാണ് നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം. 20 റക്അത്താണ് എന്നാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബുകളിലൊക്കെ 11നേക്കാൾ കൂടുതലുള്ള റക്അത്ത് മാത്രമേ ഉള്ളൂ. 11 റക്അത്ത് തറാവീഹ് എന്നൊരു മദ്ഹബിലുമില്ല. ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം സുയൂത്തി ഇമാം പറഞ്ഞു മദ്ഹബുന അന്ന തറാവീഹ് 20 റക്അത്ത് 20 റക്അത്താണ്. നിബിധങ്ങൾ 11 നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. നിബിധങ്ങൾ തറാവീഹ് നിസ്കരിച്ചത് എത്രയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന്റെ എണ്ണം സുയൂത്തി ഇമാം പറഞ്ഞു. ഈ സുയൂത്തിയേക്കാളും ഈ സുബുക്കിയേക്കാളും ഇതുപോലെയുള്ള മാലിക്കി ഇമാമിനേക്കാളൊക്കെ വലിയ ആളാണെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു വിഷയം കളിക്കണില്ല. ചർച്ച കൊണ്ടുപോകണ്ട. അപ്പൊ അതുകൊണ്ട് ഇതിന് നിങ്ങൾ മറുപടി പറയണം. എന്ത് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് അത് ബുഖാരിയിൽ കൊണ്ടുവന്ന ആയിഷ ബീവി പറഞ്ഞ ഹദീസ് തറാവീഹിനെ കുറിച്ചുള്ളതല്ല. ആ തറാവീഹിനെ കുറിച്ചുള്ളതല്ല. എങ്ങനെ മനസ്സിലായി? അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇന്ന് ബുഖാരി നോക്ക് നിങ്ങൾ റസൂലുള്ളാഹി തറാവീഹിന്റെ എണ്ണം 11 നിസ്കരിച്ചിട്ട് ബുഖാരിയിൽ നിന്ന് പറയാം. സുയൂത്തി ഇമാം പറയും നമ്മൾ കണ്ടിട്ടില്ല. ബുഖാരി ഇമാമിന്റെ ബുഖാരി കാണാത്ത ആളാ സുയൂത്തി ഇമാം. സുയൂത്തി ഇമാം ഇതൊന്നും കണ്ടില്ലേ? സുയൂത്തി ഇമാം പറയാൻ പഠിച്ചിട്ട് പറയാം നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ എത്ര നിസ്കരിച്ചു ഇത് അല്ലല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബുഖാരി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സുയൂത്തി ഇമാം ബുഖാരി കാണാത്ത ആളല്ലേ? എന്തിനാ മൗലമാർ ഇതിനൊക്കെ നടക്കുന്നത്? വിവരം ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളവർ അംഗീകരിക്കുക. വിവരമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചാണ് ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പഴയ കാലത്തെ മൗലവിമാരെ കുട്ടിയൊക്കെ പഠിക്കാൻ വേണ്ടി തറാവീഹ് 20 ഉണ്ടെന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് ആ ഒരു വാദം 20 ഉണ്ട് എന്ന് പഴയ കാലത്തെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു.
ആ ഒരു വാദം അംഗീകരിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാതെ നിമിതങ്ങൾ 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് സ്ഥിരപ്പെടുത്താൻ കഴിയൂല. സുയൂത്തി ഇമാം പറഞ്ഞതിൽ പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞതല്ലേ ഞാൻ വായിച്ചത്. 2 ചോദ്യം കൂടി കേട്ടതല്ലേ. സുയൂത്തിമാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ അതൊന്നും അറിയില്ല. ഇപ്പൊ യഥാർത്ഥത്തില് സുയൂത്തി റഹിമഹുല്ലാഹ് ഞാൻ പറഞ്ഞെന്താ സ്വഹീഹിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് സുയൂത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വഹീഹിൽ എന്ന് പറഞ്ഞ സ്വഹീഹ് ബുഖാരി മുസ്ലിമിൽ എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഏത് നബിയുടെ നിസ്കാരം ഏത് നിസ്കാരം 3 ദിവസത്തെ ജമാഅത്ത് 3 ദിവസത്തെ ജമാഅത്തിന്റെ എണ്ണം എത്ര എന്ന് സ്വഹീഹ് ബുഖാരി മുസ്ലിമിലില്ല. അത് എന്ത് എണ്ണം പറഞ്ഞിട്ടില്ല. അത് എവിടെയുണ്ട്? ഇബ്നു ഹിബ്ബാന്റെയും ഇബ്നു ഖുസൈമയുടെയും സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞെന്താണ് ഈ ഹദീസ് തറാവീഹിനെ പറ്റിയതാലും അല്ലാതെ ഈ തറാവീഹിനെ പറ്റിയല്ല ഈ ഹദീസ്. ഞാൻ വിവരമില്ലെങ്കിൽ വിവരമുള്ള അംഗീകരിച്ചു വേല ഒരു വാചകം കൂടി വായിക്കാം. നേരത്തെ വായിച്ചോ വിശദീകരിച്ചിട്ടില്ല, വിശദീകരിക്കണം. പലരുടെ വിജയത്താണ് ലോകത്ത് ആര് പറഞ്ഞില്ല പറയാൻ കഴിയില്ല. ഈ ഹദീസുകളും ഈ ചർച്ചകളും എല്ലാം പറഞ്ഞിട്ട് സുയൂത്തി റഹ്മത്തുള്ളാഹി അവസാനം പറയുന്നത് ഫൽഹാസിലു ഇതുവരെയുള്ള ചർച്ചയുടെ ആകത്തുക അന്നൽ ഇശ്രീന ലം തസ്ബുത് മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൽ ഇശ്രീന 20 റക്അത്ത് ലം തസ്ബുത് സ്ഥിരപ്പെട്ടിട്ടില്ല. 20 റക്അത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രവൃത്തിയിലുണ്ട്. വമാ നഖലഹു അൻ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഹിബ്ബാൻ സ്വഹീഹിൽ നിന്ന് ഉദ്ധരിച്ചത് വായത്തു ഫീമാ ദഹബില ഇലൈഹി നാം സ്വീകരിക്കുന്ന വീക്ഷണത്തിന്റെ അങ്ങേ അറ്റമാണ്. അതെന്താ? മിൻ തമസ്സുകിന നാം ഉള്ളപ്പിടിക്കുന്നു ബിമാ ഫിൽ ബുഖാരി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കൊണ്ട്. ഏതാ ഹദീസ്? അൻ ആയിഷ അന്നഹു കാന യസിദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 ആയിഷ ബീവി പറഞ്ഞ ബുഖാരിയിൽ വന്ന 11 വർദ്ധിപ്പിക്കാറില്ല എന്ന് നാം പിടിക്കുന്ന ഹദീസ്. ആ ഹദീസിന് അങ്ങേ അറ്റം ഉപരിപരമാണ് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചത്. എന്താ ഉദ്ധരിച്ചത്? അന്നഹു കാന ഫൈനഹു വാസ്ലഹു അതിനോട് യോജിക്കുന്നുണ്ട്. മിൻ ഹൈസു ഒരു നിലക്ക് അന്നഹു സല്ലത്ത് തറാവീഹ നബി തങ്ങൾ തറാവീഹ് സവാരിയൻ ജിത്ത് സുമ്മ ഔതറ പിന്നെ വിക്രാക്കി വിതരാസിൽ മുഴുവൻ. ഈ ഹദീസ് തറാവീഹാണ് നമുക്കല്ല വരുന്നത്. ഇമാം സുബ്ബിക്കാരൻ അന്നഹു സല്ലത്ത് തറാവീഹ നബി തങ്ങൾ തറാവീഹ് നിസ്കരിച്ചു സമാനിയൻ 8 സുമ്മ ഔതറ പിന്നെ വിക്രാക്കി വിതരാസിൽ മുഴുവൻ. ഒരു കണക്കൂട്ടി തരാം. അപ്പൊ 8 3 11 തറാവീഹ് നിസ്കരിച്ചു സുമ്മ ഔതറ ബിസലാത്തിൻ പിന്നെ 3 കൊണ്ട് വിക്രാക്കി അപ്പൊ 11 എന്ന് പറയാം. അതിന് ഇനിയും കഴിവുണ്ട്. എന്താ? നബി ഒരു അമൽ ചെയ്താൽ അത് സ്ഥിരമായി ചെയ്യുക തന്നെ ചെയ്യും. നബി അമൽ ചെയ്യാൻ അത് സ്ഥിരം ചെയ്യും. അസറിന് ശേഷം നബി ഞങ്ങൾ സുന്നസ്കാരം ഖളാ വീട്ടിലുണ്ടല്ലോ എന്നതുപോലെ എന്ന് അവസാനം പറയാ. നബി 20 നിസ്കരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒഴിവാക്കൂല. എന്താ? നബി നിസ്കരിച്ച് കണ്ടിട്ടാ ഉമർ ഖത്താബ് നിസ്കരിച്ചത്. അപ്പൊ നബി നിസ്കരിച്ചിട്ടില്ല, ഉമർ ഖത്താബ് നിസ്കരിച്ചത് 20. നബി നിസ്കരിച്ചത് എങ്ങനെയാണ്? 11. ഉമർ ഖത്താബ് കണ്ടത് 11. നബി ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കൂല ഒരിക്കലും എന്നിട്ട് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ 20 നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആയിഷ ബീവി അറിയാതെ പോകുമല്ലോ. ആയിഷ ബീവി മുമ്പ് പറഞ്ഞ പോലെ പറയും ചെയ്യുകയില്ലല്ലോ. മുമ്പ് എന്താ പറഞ്ഞത്? 11 വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ ബീവി അറിയാതെ പോകൂല. നമ്മളെ മകൻ പറയുന്നത് ഉമർ ഖത്താബ് അറിയാതെ പോകില്ല. അപ്പൊ ഉമർ ഖത്താബ് നബി തങ്ങൾ നിസ്കരിച്ച് കൃത്യമായി കണ്ടു. ആയിഷ ബീവി കണ്ടു. ആയിഷ ബീവി പറഞ്ഞു. ജാബിർ കണ്ടു. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ജമാഅത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു ഞങ്ങളെയും കൂട്ടി നബി നിസ്കരിച്ചത് 8 3 11. അത് ആയിഷ ബീവി സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് നാം പിടിക്കുന്നത് എന്ന് ഇമാം സുയൂത്തി
ഷാഫി മദ്ഹബിൽ 20 ഉണ്ട്. അത് സുഹൃത്ത് അപ്പുറത്ത് പറയുകയും ചെയ്തു. അതിന് ഉമർ ഖത്താബിന്റെ റിവായത്താണ് തെളിവ് നിസ്കരിച്ചു എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു. അതിനേക്കാൾ സ്വീകാര്യമായ പരമ്പരയിൽ ഉമർ ഖത്താബ് പരിനിസ്കരിക്കാൻ ഏൽപ്പിച്ചു എന്ന് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ റസൂലുള്ളാഹി നമസ്കാരം 11, സുദീഖ് നമസ്കാരത്തെ അതിനപ്പുറത്തേക്ക് പോരാൻ ഒപ്പാണ് 11, ഉമർ ഖത്താബ് നമസ്കാരം 11, ഐസാ നമസ്കാരം 11. അപ്പൊ ഇമാം ബുഖാരി ഇമാം സുഹൈബ് എതിര് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. അതും 11. അതുകൊണ്ട് എല്ലാവരും നിസ്കരിച്ചത് 11 തന്നെ. പിന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ലോകത്ത് പലയിടത്തും 11 വന്നിട്ടുണ്ടോ? പല കാലത്ത് വന്നിട്ടുണ്ടോ? ഒരുപാട് വിശദമായി പറഞ്ഞു. ഞാൻ 49 വരെ നിസ്കരിച്ചത് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നല്ല. അപ്പൊ ചുരുക്കത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് തറാവീഹ് 11. അവിടെയാണ് ഞങ്ങൾ ചോദ്യം പ്രസക്തമായത്. ഞങ്ങൾ ചെയ്യുന്ന 11 ബിദ്അത്താണെങ്കിൽ ആ ബിദ്അത്താണ് ലോകത്ത് ആരാണ് പറഞ്ഞത്? നിങ്ങളല്ലാതെ നിങ്ങൾ കിതാബ് പഠിച്ചു വന്ന ആ കിതാബിൽ ഏത് കിതാബിലാണ് തറാവീഹ് 11 ബിദ്അത്താണ് പറഞ്ഞത്? 1. 2, ഞാനിപ്പോ ഈ വായിച്ച വാചകം സുയൂത്തിയുടെ ഹാവിൽ ഉണ്ടോ ഇല്ലേ? നേരത്തെ ചോദിച്ചു, മൂപ്പിൽ മുമ്പിട്ടില്ല. മോഹന സമ്മതം ഉണ്ട് സമ്മതിച്ചു. അപ്പൊ ഇതിനും ഉണ്ടോ ഇല്ലേ? ഈ അർത്ഥം വെച്ച് വെച്ചാലോ നിങ്ങൾക്ക് അർത്ഥം വെക്കാം. ബാക്കി വായിക്കാണ്ടോ നിങ്ങൾക്ക് വായിക്കാം. ഒഴിവാക്കിയിട്ടുണ്ടോ നിങ്ങൾക്കത് പറയാം. ഇല്ലെങ്കിൽ റബ്ബിനെ വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. പക്ഷേ ഈ സാധാരണക്കാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മടങ്ങട്ടെ. അപ്പോ ഇവര് പറയുന്നത് സുയൂത്തി കുറെ തെളിവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? തറാവീഹ് 11 റക്അത്താണ് എന്നുള്ളതിന് സുയൂത്തി ഇമാം കുറെ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ തെളിവൊക്കെ കൊണ്ടുവന്ന സുയൂത്തി ഇമാം തന്നെയാണ് എന്തു പറഞ്ഞെന്നറിയോ? മദ്ഹബുന അന്ന തറാവീഹ് ഇശ്തിനെ വെക്കുക. മദ്ഹബുന അന്ന തറാവീഹ് ഇശ്തിനെ വെക്കുക. നമ്മളെ മദ്ഹബ് അനുസരിച്ച് തറാവീഹ് 20 റക്അത്താണ്. അതിന്റെ മുമ്പ് ഒരു പച്ച കള്ളം പൈസമോറി പറഞ്ഞു. അതിനാണ് ഞാൻ ഈ ഹായ് ഫത്താവ് വാങ്ങിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ റെക്കോർഡിംഗ് പരിശോധിക്കണം. എന്താ വായിച്ചതെന്നറിയോ? ഈ ഹാവിൽ ഫത്താവ് വായിച്ചപ്പോൾ ഒരു പച്ച കള്ളം വായിച്ചു. ഇതിലില്ലാത്ത ഭാഷ കറത്തി കൂട്ടി വായിച്ചു. എന്താ വായിച്ചതെന്നറിയോ? എന്റെ അടുത്തേക്ക് രേഖ ഉണ്ടായിരുന്നു ഫോട്ടോ. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരത്തെങ്കിലും അവിടെ ഈ ആളുകളുടെ ഇത്ര പച്ച കള്ളം പറഞ്ഞു. സുൽത്താൻ സുന്നത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ വെച്ച് വലിയ മൗലവി വന്നിട്ട് ഉള്ളത് പറഞ്ഞ പോലെ ഉള്ളത് ധാരാളം നിങ്ങളെടുത്ത് എന്തിനാ കള്ളം പറഞ്ഞത്? ഈ ഹാവിൽ ഫത്താവ് വായിച്ചപ്പോൾ ഒരു പച്ച കള്ളം ഫൽ ഹാസിലു. വേറെ വായിച്ചർത്ഥം വെച്ചപ്പോൾ ഞാൻ വായിച്ചർത്ഥം വെച്ചതാണ്. ഫൽ ഹാസിലു ഇവിടെയുള്ള എല്ലാം പറഞ്ഞിട്ട് പറയാം. ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രത്ന ചുരുക്കം അന്നൽ യശ്രീന 20 റക്അത്ത് അവിടെ ഇയാൾ കള്ളത്തരം വെച്ചിട്ട് കള്ളത്തറായിട്ട് എന്താ പറഞ്ഞോ? ലം തസ്ബുത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നർത്ഥം വെച്ചത് പച്ചക്കള്ളം. ഹാസിലു നമ്മളെ ഈ പറഞ്ഞതിന്റെ ഒക്കെ രക്തചുരുക്കം അന്നൽ ഇശ്രീന 20 റക്അത്ത് എന്നുള്ളത് തസ്ബുത്ത് മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്ന കിതാബിലുള്ളത്. ഇയാൾ വായിച്ചത് എന്താ? ഒരു ലം തസ്ബുത്ത് ലമ്മ് കൂട്ടിയിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാക്കി മാറ്റി. അതുകൊണ്ട് അത് പരിശോധിച്ച് തീരുമാനം മോഡറേറ്റർ മോഡറേറ്റർ തീരുമാനമാക്കണം. ലം തട്ടു എന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നുസ്ഖത്തുൻ ജദീദ. ഇത് പുതിയ നുസ്ഖയാണ്. ഞാൻ പറയുന്നു, ഉമർഖാനെ സാക്ഷി നിർത്തിയിട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും സാക്ഷി നിർത്തി പറയുന്നു. ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ പഴയ കോപ്പി ഉണ്ടെങ്കിൽ, പഴയ കോപ്പി ഇവരുടെ പള്ളിയിൽ ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവരൂ. ലമ്മ് നമ്മൾ കാണിച്ചു തരും. ഇതിനകത്ത് നിങ്ങൾ ലമ്മ് കട്ട് ചെയ്തതാണ്. പുതിയ നുസ്ഖ കട്ട് ചെയ്തിട്ട് ഇറക്കിയത്. ഞാൻ പറഞ്ഞിട്ട് ഈ ലം ഉള്ള കിതാബ് അൽ ഹാദിൽ ഫത്താവ ലം ഉള്ളത് ഐ ലം തസ്ബുതു മിൻ ഫിഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയുള്ള നുസ്ഖ ആ കിതാബ് ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. ഇത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ പുലിവാലി കാണിക്കുന്നു. ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ചെയ്തു നിങ്ങളെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നതുകൊണ്ട് ഞങ്ങൾ വായിച്ചത്. എന്തുകൊണ്ടാണെന്നറിയോ? ആ ഇബാറത്ത് വൽഹാസിലു അന്നൽ ഇശ്രീന റകഅത്തൻ തസ്ബുതു എന്ന് പറഞ്ഞതിനെ ഞാൻ ലം തസ്ബുതു ഒഴിവാക്കി തസ്ബുതു എന്ന് വായിക്കട്ടെ. തസ്ബുതു മിൻ ഫിഇലി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ നഖറഉ അൻ സഹീഹ് ഇബ്നു ഹിബ്ബാൻ غاية فيما ذهبنا إليه من تمسكنا بما في البخاري أن عائشة رضي الله عنها أنه كان لا يزيد في رمضان ولا في غيره لا 11 ركعة فإنه موافق له في الحديث أنه صلى تراويح 8 أو ثم أوتر ب3 فتلك 11. ومما يحمل ذلك أيضا أنه صلى الله عليه وسلم كان إذا عمل عملا واظب عليه كما واظب على الركعتين اللتين قضاهما بعد العصر مع كون الصلاة في ذلك الوقت منهيا عنها ولو فعل 20
ശരിക്കോ എല്ലാവരും കേട്ടോളൂ. റസൂലുള്ള 20 നിസ്കരിച്ചിരുന്നുവെങ്കിൽ വലവ് മറക്കൻ ഒരു പ്രാവശ്യമെങ്കിലും ഒരിക്കലും റസൂൽ ഉപേക്ഷിക്കുമായിരുന്നില്ല. ഇയാള് നിങ്ങളുടെ ഒക്കെ മൊബൈൽ വെച്ച് ഈ വീഡിയോ അതെ ഈ അല്ലേ വേറൊന്നുമല്ലോ. ഞങ്ങളത് ചോദിച്ചപ്പോ തരും ചെയ്തല്ലേ, കുറെ നേരം മടിച്ചു തരാന്, പിന്നെ തന്നത് ഇതിനായാണ്. കുറെ നേരം മടിച്ചു പിന്നെ തന്നത് ഇതിനായാണ്. ലം എന്നുള്ളത് കട്ടു വായിച്ചതാ. ഒരു 10 മിനിറ്റ് ഈ വിഷയം തന്നെ യഥാർത്ഥത്തിൽ അൽ ഹാബിൽ ഫതാവ പല എഡിഷൻ പ്രചരിച്ചിട്ടുണ്ട്. ഈ എഡിഷനിൽ മുഴുവനും വന്ന ആശയം ഒന്നാണ്. ഞാൻ വായിച്ചപ്പോൾ ഞാൻ മുഴുവനായി വായിക്കാൻ പറഞ്ഞു. എന്തിനാണ് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം. ഞാൻ ഈ പാരഗ്രാഫ് ആ ഒരു പാരഗ്രാഫ് അദ്ദേഹം മുഴുവൻ വായിച്ചാൽ പറഞ്ഞത് ആ പാരഗ്രാഫിൽ സുയൂത്തങ്ങൾ പറഞ്ഞതാണ് നബിതങ്ങൾ കേൾക്കണം. നബിതങ്ങൾ എന്താ ബേജാറ്? ഞാൻ അല്ല ഒരു സെക്കൻഡ് ഉസ്താദ് കള്ളം വായിച്ചത് അങ്ങനെ വായിച്ചത് അത് ഉസ്താദിന് അനുകൂലമായിട്ട് മാറി. ആ വായന തിരിച്ചുകൊണ്ട് അല്ലെ അതാണ് നമുക്കറിയുന്നത്. എല്ലാവരോടും ചോദിക്കാൻ പറയട്ടെ. അതായത് പിന്നെ ഭാഗത്തു നിന്നുള്ള പണ്ഡിതൻ തിരുത്തി വായിച്ചു എന്ന് പറഞ്ഞു. തിരുത്തി വായിച്ചെന്ന് പറഞ്ഞു. തിരുത്തി വായിച്ചു. പഴയ കിതാബിലെ വായിച്ചു തിരുത്തി വായിച്ചു. ആ തിരുത്തി വായിച്ചത് കൊണ്ട് ഒന്നുകിൽ ആ കാര്യം ആൾക്ക് അനുകൂലമാണ്. അതെന്തോ അല്ലേ അങ്ങനെ ചർച്ച വിശദീകരിച്ചോട്ടെ. എന്റെ പറയാൻ അവകാശല്ലേ? ആ ചർച്ചയിലും അവര് പറഞ്ഞെന്താണ് നബി നിസ്കരിച്ചു സ്ഥിരപ്പെട്ടില്ല. നബി നിസ്കരിച്ചു സ്ഥിരപ്പെട്ടില്ല ഒരു പറഞ്ഞതേ ഇപ്പൊ പല സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതിലാ ഈ പറയാൻ ഫുള്ളായിട്ട് പരിവാഹം പറയണില്ല. ഇത് ഉള്ള പോലെ ഈ പകർപ്പിൽ ഈ കോപ്പിയിൽ എന്തില്ല ലമ്മില്ല. ഞങ്ങൾ പറയുന്നു പഴയ കോപ്പിയിൽ ലമ്മുണ്ട്. അത് ഇനി ഇല്ലാന്ന് ഒരു പഴയ കോപ്പിയിൽ ഇല്ലാന്ന് പോലെ വാദിക്കുമെങ്കിൽ ഞങ്ങൾ എഴുതാൻ തയ്യാറാണ്. പഴയ കോപ്പിയിലുണ്ട് ഇല്ലാന്ന് ഒരു വിധട്ടെ. പഴയ കോപ്പി ഒരു കൊണ്ടോട്ടെ അത് ഞങ്ങൾ കൊടുക്കാം. ഇത് പുതിയ കോപ്പിയിൽ ആ ലമ്മ് ഒഴിവാക്കി പ്രിന്റ് ചെയ്താണ്. അത് പ്രിന്റ് മിസ്റ്റേക്കാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വായിക്കാതെ ഒറിജിനൽ വായിച്ചത്. ഇനി മറ്റൊന്ന് ഇവിടെ ഉള്ള പോലെ വായിക്കാനാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇതിന്റെ ആകത്തുക അന്നൽ ഇശ്രീന തീർച്ചയായും 70 ഇതിനുള്ളത് തസ്ബുത്തു സ്ഥിരപ്പെടുന്നു മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ചട്ടയിൽ നിന്ന് എന്ന് പറയുന്നു. ഒമാനഖലഹു അൻ സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൻ ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നത് ഓയത്തു ഫീമാ ദഹബന ഇലൈഹി മിൻ തമസ്സുകിനാ ബിമാ ഫിൽ ബുഖാരി. ബുഖാരിയിൽ വന്ന ഹദീസ് നാം മുറുകെ പിടിക്കുന്നതിന് ഏറ്റവും ഉപോത്ബലകമാണ്. അതെന്താണ്? അൻ ആയിഷ ആയിഷ റളിയല്ലാഹു നിന്ന് അന്നഹു കാന ലാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി റമളാനിലോ അല്ലാത്തപ്പോഴോ നബി വർദ്ധിപ്പിക്കാറില്ല. അലാ 11 ഫഇന്നഹു മുവാഫിഖുൻ ലഹു ഇത് അതിന് തെളിവാണ്. മിൻ ഹൈസു അന്നഹു സല്ലത്ത തറാവീഹ നബി തറാവീഹ് നമസ്കരിച്ചു 8 ثم اوتر بتراكي بثلاث 3 കൊണ്ട് فتلك 11 അതാണ് 11. ومما يدل ذلك ايضا അതിന് ഇനിയും തെളിവാണ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇലാ അമില അമലൻ നബി ഒരു അമൽ ചെയ്താൽ വാളബ അലൈഹി അത് പതിവായി ചെയ്യും. കമാ വാളബ അല റക്അത്തൈൻ ലത്തൈൻ ഖദാഹുമാ ബഅദൽ അശ്രി അസ്റിന് ശേഷം 2 റക്അത്ത് നബി തങ്ങൾ ഖദാ ആയി നിസ്കരിച്ചതുപോലെ അസ്റിന് മുമ്പുള്ള 2 റക്അത്ത് നബിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അസ്റിന് ശേഷം നബി എന്ത് ചെയ്തു? ഒരു ഖദാ കൂട്ടി. ഏതുപോലെ എങ്ങനെ മഴ കൊണ്ട് സ്വലാത്തു ഫീ ദാലിക വഖതി മൻഹിയൻ അൻഹാ അസ്റിന് ശേഷം നിസ്കരിക്കാൻ പാടില്ലല്ലോ എന്നിട്ടും ആ നഷ്ടപ്പെട്ട സുന്നത്ത് നബി എന്ത് ചെയ്തു? അസ്റിന് ശേഷം നിസ്കരിച്ചു. അപ്പൊ നബി ഒരിക്കലും ഒരു അമല് ഒഴിവാക്കാറില്ല. വലൗ ഫഅല 20 ചെയ്തിരുന്നുവെങ്കിൽ വലൗ മർറത്തൻ ഒരിക്കലെങ്കിലും 20 ചെയ്തിരുന്നുവെങ്കിൽ വലൗ മർറത്തൻ ഒരിക്കലെങ്കിലും
ലം യത്രുക്ഹ അബദ, ഒരിക്കലും അത് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നില്ല. വലോ വഖഅ ദാലിക, അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലം യഖ്ഫ, അത് അറിയാതെ പോവുകയുമില്ല അല ആയിഷത, ആയിഷ ബിബിക്ക്. അപ്പൊ സ്ഥിരപ്പെട്ടു എന്നാണോ സ്ഥിരപ്പെട്ടില്ല എന്നാണോ? പഴയ പതിപ്പിലൊക്കെ ലം യസ്ബുത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈജിപ്ത് എന്ന കിതാബിൽ ആ ലം ഒഴിവാക്കിയിട്ടാണ് വന്നത്. ഒഴിവാക്കിയതാണോ വിട്ടുപോയതാണോ അതാണ് എഴുതണം. അതുകൊണ്ട് ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് എന്ന് മനസ്സിലാക്കി ആ ലമ്മും കൂട്ടി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ലമ്മ് എന്റെ വകയാണ് എന്നാണെങ്കിൽ, ഇതല്ലാത്ത ഒറിജിനൽ ഹാമിൽ ഫത്താവ എന്ന കിതാബിൽ ആ ലമ്മ് ഇല്ല എന്നാണെങ്കിൽ ഉണ്ട് എന്ന് എഴുതാൻ ഞാൻ തയ്യാറാണ്. ഇല്ല എന്ന് അവർ എഴുതട്ടെ. ആരെയാണോ നമ്മളത് തീരുമാനിക്കുക അവരുടെ മുമ്പിൽ വെച്ച് ഒന്നുകിൽ കിതാബ് അവർ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ രണ്ടോട്ടിലും കൊണ്ടുവരാം. ആ രണ്ട് കിതാബ് വെച്ച് നോക്കണം. ഈ ഈജിപ്തിന്റെ പതിപ്പല്ലാത്ത എല്ലാ പതിപ്പും. പിന്നെ എന്താ ഇതിനെ കൊണ്ടുവന്നത്? ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പതിപ്പ് ഇതാണ്. നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന സാധനവും ഇതാണ്. കോട്ടയം അതായത് മുസ്താൾ എന്ന മുസ്താൾ ഞങ്ങൾ വാങ്ങിയത്. ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിതാബ് ഇതാണ്. ഒറിജിനൽ കിതാബ് നമ്മുടെ നാട്ടിൽ എന്തില്ല, ലഭ്യമല്ല. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളാണ് കൊണ്ടുവരാറുള്ളത്. ഇനി ഈ പ്രദേശത്ത് ഞങ്ങൾ രണ്ടു കൂട്ടരുമല്ലാത്ത ഏതെങ്കിലും ഒരു സുന്നി ഉസ്താദുമാർ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഈ നാട്ടിലെ മറ്റേതെങ്കിലും മുദരിസുമാരോ ഏതെങ്കിലും ഉസ്താദുമാരോ അവരെ മുമ്പിൽ വെച്ച് അവരെ കൈവശമുള്ള അൽ ഹാമിൽ ഫത്താവ എന്ന കിതാബ് എടുത്തിട്ട് ഇത് പരിശോധിക്കാം. ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചാൽ തന്നെ മനസ്സിലായി അവിടെ ലംബ് പോയതാണ്. അതുകൊണ്ടാണ് ബാക്കി വായിക്കാൻ പോയി സമ്മതിക്കാതെ.